വലൽ ഉംറത്തു ഖാലു ഫമാ യുകഫിറുഹാ യാ റസൂലല്ലാഹ് ഖാല ഇൻ അൽ ഹുമൂമു ഫീ ത്വലബിൽ മഈശത്തി റവാഹു തുബ്റാനി. അതായത് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിന ദുനൂബി, തീർച്ചയായും ദോഷങ്ങളിൽ ചില ദോഷങ്ങളുണ്ട്, മനുഷ്യന്മാർ ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്. ലാ യുകഫിറുഹ, ആ പാപങ്ങളെ ഇല്ലാതെയാക്കുകയില്ല, അതിനെ പൊറുപ്പിക്കുകയില്ല അസ്വലാത്തു, നിസ്കാരം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചില അബദ്ധങ്ങൾ, ചില മിസ്റ്റേക്കുകൾ, ചില പാളിച്ചകൾ, അതൊന്നും നിസ്കരിച്ചുകൊണ്ട് പൊറുക്കപ്പെട്ടു കൊള്ളണം എന്നില്ല. വലസ്വിയാമു, നോമ്പ് നോറ്റു എന്നുള്ളത് കൊണ്ടും ആ ദോഷങ്ങളൊന്നും അള്ളാഹുത്തല പൊരുത്തപ്പെട്ട് തന്നോളണമെന്നില്ല. പല ദോഷങ്ങളും നമ്മൾ നിസ്കരിക്കുമ്പോൾ തന്നെ കുറെ ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഒരിക്കലൊരാൾ വന്ന് നബി തങ്ങളോട് പറഞ്ഞു, നബി, ഞാൻ ഒരു ഹറാമ് ചെയ്തു പോയി, ഒരു അന്യ സ്ത്രീയുമായി ഞാനത് ഹറാമ് ചെയ്തു പോയി. അങ്ങേയറ്റത്തെ തെറ്റൊന്നുമല്ല, എങ്കിലും തുടരും സ്പർശനങ്ങളൊക്കെ ഹറാമാണല്ലോ, സ്പർശനം എന്നിൽ നിന്ന് സംഭവിച്ചു പോയി, എന്താ ചെയ്യുക? അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എപ്പോഴാണ് സംഭവിച്ചത്? അപ്പൊ പറഞ്ഞു, ളുഹറിന്റെ ശേഷമാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ആ സുല്ലൈത്തൽ അസ്റ, നീ അതിന്റെ ശേഷം അസ്ർ നിസ്കരിച്ചു ചോദിച്ചു. അതേ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ ആ നിസ്കാരം കൊണ്ട് ആ ദോഷം പൊറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചില പാളിച്ചകളൊക്കെ നിസ്കാരം കൊണ്ട് പൊറുക്കപ്പെടുകയും മായ്ക്കപ്പെടുകയും ചെയ്യും. പക്ഷെ വേറെ കുറെ തെറ്റുകളുണ്ട്, അത് ചിലപ്പോൾ നിസ്കരിച്ചുകൊണ്ടൊന്നും പൊയ്ക്കൊള്ളണമെന്നില്ല. സാധാ ഒരു പനിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പാരസെറ്റമോൾ കൊണ്ട് അല്ലെങ്കിൽ ഡോളോ കുടിച്ചാലൊക്കെ എന്ത് ചെയ്യും, സുഖാവും. ചില പനിക്ക് അങ്ങനല്ല, അത് ഗുളിക കുടിച്ചുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. വേറെ ഒരു ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും, ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരും, ഒക്കെ ഉണ്ടാവും. ഇതുപോലെ ചില തെറ്റുകൾ നിസ്കാരം കൊണ്ട് മാത്രം പൊരുത്ത് തരൂല പടച്ചോൻ. വല സിയാമു, എന്നാൽ സുന്നത്ത് നോമ്പെടുത്താലോ അതുകൊണ്ട് പൊറുക്കപ്പെടൂല. വലൽ ഹജ്ജു, കണ്ടോ, ഹജ്ജ് കൊണ്ട് പോലും പൊറുക്കപ്പെടൂല. ഇവിടുന്ന് ഇപ്പോൾ ഹജ്ജിന് പോകണം എന്നുണ്ടെങ്കിൽ 6-7 ലക്ഷം റുപ്യ ചെലവാക്കണം, ഗവൺമെന്റിലാണെങ്കിൽ 4-5 ലക്ഷം റുപ്യ ചെലവാക്കണം നിൽക്കുക. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പോയി ഹജ്ജ് ചെയ്ത് വന്നാൽ പോലും പൊറുക്കപ്പെടാത്ത ചില പാളിച്ചകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടാവും. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയ ചില പ്രവർത്തനങ്ങൾ, പറഞ്ഞ ചില വാക്കുകൾ ഒക്കെ അവിടെ തങ്ങി നിൽക്കുന്നുണ്ടാവും, മായ്ക്കപ്പെടൂല, അത് ഡിലീറ്റ് ചെയ്യപ്പെടൂല. വലൽ ഉംറത്തു, ഉംറ കൊണ്ടും മായ്ക്കപ്പെടൂല. അതിലും വലുത് നല്ലത് ഹജ്ജും ഇല്ല, ഉംറയില്ല, നോമ്പും ഇല്ല, നിസ്കാരമില്ല, അതുകൊണ്ടൊന്നും പൊറുക്കപ്പെടാത്ത ചില തെറ്റുകളുണ്ട്. അത് പൊറുക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഖാലു, അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഫമാ യുകഫിറുഹാ, നബി, ആ തെറ്റുകൾ പിന്നെ പൊറുക്കപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്താണ് ആ ദോഷങ്ങളെ ഡിലീറ്റ് ആക്കി കളയുന്നത്? ആ തെറ്റുകളെ പൊറുപ്പിക്കുന്ന എന്ത് അമല പിന്നെ ഉള്ളത്? ഖാല, അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, എന്നാ ഒരു സംഗതി ഉണ്ട്. മനുഷ്യരിൽ നിന്ന് സംഭവിക്കുന്ന പാളിച്ചകളെല്ലാം കൊണ്ടും നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും പൊറുക്കപ്പെടൂല. നേരെ മറിച്ച് അത് പൊറുക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു പരിഹാരം, അൽ ഹുമൂമു ഫീ ത്വലബിൽ മഈശത്തി, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിത ക്ലേശങ്ങളാണ്. അൽ ഹുമൂമു, ടെൻഷനുകളാണ്. ഫീ ത്വലബിൽ മഈശത്തി, ഉപജീവനം തേടുന്ന വിഷയത്തിൽ. ഗൾഫിൽ പോയി ആദ്യം കുറേ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി, ഇഖാമ മാറണം, കഫാലത്ത് കൊടുക്കണം, അറബിൻ്റെ ആട്ടും തുപ്പും കേൾക്കണം, പിന്നെ സൂപ്പർ മാർക്കറ്റ് പോയി അവിടെ ഫുൾ ടൈം പണിയാണ്, പ്രയാസമാണ്, ഫുഡ് ബുദ്ധിമുട്ടാണ്, അക്കോമഡേഷൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മുടെ മക്കൾ, നമ്മുടെ ആളുകൾ, നമ്മളൊക്കെ അനുഭവിക്കുന്ന ഇന്നത്തെ പ്രവാസത്തിൻ്റെ പ്രയാസങ്ങളാണ്. അതുപോലെ വേറെ ഉണ്ടാവും. നല്ല ചൂടത്തായിരിക്കും പണി, ചിലപ്പോൾ നല്ല തണുപ്പത്തായിരിക്കും പണി, ഫുഡ് വേണ്ട സമയത്ത് കിട്ടൂല, ശമ്പളം ചിലപ്പോൾ കിട്ടൂല, കുറേ പെൻഡിങ് ആവും, ശമ്പളം കിട്ടി തുടങ്ങുമ്പോഴേക്ക് ഇഖാമ പുതുക്കണം, അപ്പോഴേക്ക് അറബി ഹുറൂബാക്കി, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഗൾഫിലൊക്കെ ഉണ്ടാവും, നമ്മുടെ നാട്ടിലുണ്ടാവും. വാടക കൊടുക്കണം, പണിക്കാർക്ക് പൈസ കൊടുക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല, അങ്ങനെ അപ്പോഴേക്ക് പിരിവാറുണ്ടാവും. ഇങ്ങനെ തലബുൽ മഈശത്ത്, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഭവിക്കുന്ന ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാവും. ഈ ക്ലേശങ്ങൾ നമ്മൾ സഹിക്കുകയാണെങ്കിൽ, ക്ഷമിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്യും, അപ്പുറത്ത് അങ്ങനെ ദോഷങ്ങൾ അങ്ങനെ അള്ളാഹു തആല മാപ്പാക്കി ദോഷങ്ങൾക്ക് അള്ളാഹു തആല പുറത്തു നിന്നങ്ങനെ കൊണ്ടിരിക്കും. അപ്പൊ ആ ദോഷങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ, എറേസ് ചെയ്യാൻ ഈ ക്ലേശങ്ങൾ കാരണമാണ് ഹജ്ജ് കൊണ്ടും പൊറുക്കപ്പെടാത്തത്, ഉംറ കൊണ്ടും പൊറുക്കപ്പെടാത്തത്, നിസ്കാരം കൊണ്ടും പൊറുക്കപ്പെടാത്തത്, നോമ്പ് കൊണ്ടും പൊറുക്കപ്പെടാത്തത്, ചിലപ്പോൾ ദിക്ർ കൊണ്ടോ ചില അസ്താഗ്ഫിറുകൊണ്ടോ ഒന്നും പൊറുക്കപ്പെടാത്തത്. ജോലി സ്ഥലത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും കൊണ്ടുള്ള പുറത്തുവരും. അത് വിദേശത്താകണമെന്നില്ല, നാട്ടിലാകാം, ബിസിനസ് ആകാം, സാധാ ജോലിയാകാം.
ചിലപ്പോൾ നമ്മളെ മുഖത്ത് നോക്കി ഒരാളെ ചീത്ത പറയും, ചീത്ത വിളിക്കും, ആൾക്കാരുടെ നിന്ന് അയബാക്കും, നമ്മളെ മോശമാക്കി പറയും. അപ്പോൾ നമ്മൾ സഹിക്കുക, നമ്മളെ കുട്ടികൾക്കും നമ്മളെ പെണ്ണുകൾക്കും ചെലവ് കൊടുക്കാൻ വേണ്ടിയിട്ടും അവരെ തെറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഈ നമ്മൾ സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ സമാഹരിക്കണമെങ്കിൽ എന്തെങ്കിലും തൊഴിലോ മറ്റോ വേണമല്ലോ. ആ ഭാഗത്ത് നിന്ന് നേരിടുന്ന വിഷമം പ്രയാസങ്ങളൊക്കെ ഹജ്ജ് കൊണ്ട് പോലും പൊറുക്കപ്പെടാത്ത തെറ്റുകൾ, പിന്നെ ഉംറ കൊണ്ട് പോലും പൊറുക്കപ്പെടാത്ത തെറ്റുകൾ, നിസ്കാരം കൊണ്ട് പോലും പൊറുക്കപ്പെടാത്ത തെറ്റുകൾ ഇത് കാരണമായി പൊറുക്കപ്പെടും. അതാ ഇതുപോലത്തെ ഹദീസാണ് ഇന്നലെ നമ്മൾ ഓതിയത്. എന്ത് ടെൻഷനുകൾ, സാധാ ടെൻഷനല്ല, തൊലബുൽ മൈഷത്തിലുള്ള ടെൻഷനുകൾ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുന്ന വിഷയം. നല്ല ജോലിയായില്ല, പ്രയാസമാണ്. അപ്പോൾ ഈ കുട്ടികളെ ഹോസ്പിറ്റൽ ചെലവ് വരും. അപ്പോൾ കുട്ടികളെ സ്കൂൾ തുറക്കുകയാണ്, സ്കൂളിൻ്റെ ഫീസ് ഉണ്ടാവും, മദ്രസിൻ്റെ ഫീസ് ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് സാമ്പത്തിക ചെലവ്. അതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പ്രയാസമാണെങ്കിൽ ആ പ്രയാസത്തിന് ഹജ്ജ് ചെയ്താൽ പൊറുക്കപ്പെടാത്ത തെറ്റുകൾ പോലും പൊറുക്കപ്പെടുന്ന ഒരവസ്ഥ അല്ലാഹു തആല വെച്ചിട്ടുണ്ട് എങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന മനോവേദനകളും മനക്ലേശങ്ങളും മനോതാപങ്ങളും സാരല്ല. അതാണ് ഈ ഹദീസ്. നിസ്കാരം, നോമ്പും ഹജ്ജും ഒന്നൊന്നും പൊറുക്കപ്പെടാത്ത തെറ്റുകളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അൽ ഹുമൂം ഫീ തലബിൽ മഈശത്തി, ഉപജീവന മാർഗം തേടുന്നോർത്തുണ്ടാകുന്ന ടെൻഷനുകൾ, പ്രയാസം കാരണം അതിന് അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ വേറെ ഹദീസ്, മൻ അംസ, അൽമുദും ഇമാം തബാദി റിപ്പോർട്ട് ചെയ്ത, മൻ അംസ കാലം മിൻ അമലി യദൈഹി അംസ മഗ്ഫൂറൻ ലഹു. രാവിലെ മുതൽ ഓന് പോട്ടറാണ്, കുറേ ഭാരം ചുമക്കണം, കുറേ കനം ചുമക്കണം. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് ആകെ ക്ഷീണിച്ച് ഇടങ്ങേറായി, ഒരു വശമായി. എന്നാൽ അംസ മഗ്ഫൂറൻ ലഹു, വൈകുന്നേരം ആകുമ്പോഴേക്ക് അവൻ്റെ ദോഷങ്ങൾക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ടാവും. വെയിൽ കൊണ്ട് പ്രയാസപ്പെട്ട് പണിയൊക്കെ എടുത്ത് വൈകുന്നേരമായപ്പോഴേക്ക് ആകെ ഒരു സൈഡായിന്, എന്നാൽ തന്നെ അവൻ്റെ ദോഷങ്ങൾക്ക് പൊറുക്കപ്പെടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല നിയ്യത്ത് വെച്ചാൽ അതൊക്കെയും ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന നല്ല ഒരു കൂലി കിട്ടുന്ന സംഗതിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിൻ്റെ റിള, അല്ലാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിക്കണം. നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ച് കൊടുക്കുന്ന ഫുഡിന് പോലും നിനക്ക് സ്വതക്കൻ്റെ കൂലിയിട്ട് ഇതാണ്. നമ്മൾ ഇങ്ങനെ പൈസ എടുത്ത് ജോലി ചെയ്ത് അധ്വാനിച്ച് വീട്ടിൽ കരി വാങ്ങണ്, പച്ചക്കറി വാങ്ങണ്, എല്ലാം വാങ്ങണ്ടല്ലോ, അത് സ്വതക്കൻ്റെ കൂലിയിട്ടുണ്ട്. പാവപ്പങ്കിട്ട ആൾക്കാർ കൊടുക്കുക, അവനാൻ്റെ കുട്ടികൾക്കും ഭാര്യക്കും തിന്നാൻ കൊടുക്കണതിന് പോലും സ്വതക്കയുടെ കൂലിയുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസുകളൊക്കെ വലിയ പാടാണ്. അല്ലാഹു തആല നാഫിയായ ഇൽമു കൊണ്ടും കേൾക്കുന്ന ഇൽമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള യോഗ്യത കൊണ്ടും തൗഫീഖ് കൊണ്ടും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.